അപ്പോൾ വെൽക്കം ടു ട്രാവൽ ടൈപ്സ്. ഇന്ന് നമ്മുടെ കേദാർഗന്ധയുടെ ഡേ 2 ആണ്. നമ്മൾ മെയിനായിട്ട് ജൂഡാക്ക താലാബിന്ന് കേദാർഗന്ധ ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്യുന്ന വീഡിയോസാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലുണ്ടാവുക. അങ്ങനെ ക്യാമ്പ് സൈറ്റിൽ ഒരു രാത്രി കഴിഞ്ഞു. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി. നമുക്ക് വാഷ്റൂമിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം എന്നൊക്കെ പറഞ്ഞത് ഇതുപോലെയാണ് അവസ്ഥ. നമ്മുടെ ചെറിയ ചെറിയ ഇങ്ങനെ ടെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ചിലതിലൊരു സീറ്റർ വെച്ചിട്ടുണ്ട്, ചിലതിലൊരു കുഴിയൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലും മരത്തിൻ്റെ പലകയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ കുഴപ്പമില്ല. എല്ലാവരും എണീച്ച് ഇന്നൊരു ക്രിസ്മസ് ഡേയും കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിഷൊക്കെ ചെയ്ത് പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടെ തലേ ദിവസത്തെ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പോഹ, നമുക്ക് കോൺഫ്ലേക്സും പാലും കൂടെ ഉണ്ടേ. കോൺഫ്ലേക്സ് ഉണ്ട്. ഇന്നൊരു കാവയൊക്കെ തന്നിട്ടുണ്ടേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ഫുൾ ഐസാ. ചെറിയൊരു വാമപ്പൊക്കെ ശേഷം നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ ജൂഡാക്ക താലാബിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് പോകാനുള്ള റെഡിയായി. ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. തണുത്തിട്ട് ഒരു 500 മീറ്റർ നടക്കുമ്പോഴേക്കും എല്ലാവരും ചൂടെടുത്ത് എല്ലാം അഴിച്ചിരിക്കും. സെക്കൻഡ് ട്രക്കിൻ്റെ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 300 മീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അയ്യോ, അപ്പോഴേക്കും നല്ല ടയർഡായി. അതുകൊണ്ടാ നല്ല സ്റ്റീപ്പായിട്ട് കയറിയിരുന്നു. അതവിടെ ദൂരെ നമുക്ക് മഞ്ഞുമലയൊക്കെ കാണാം കുറച്ചൊക്കെ. ആക്ച്വലി ഈ സീസണിൽ ഇവിടെ ഫുള്ള് മഞ്ഞാവേണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബാഡ് ലക്ക്, മഞ്ഞൊന്നും കിട്ടിയില്ല. അതിലുണ്ടോ ആ മലയിൽ അവിടെ ഒരു ഗാവുണ്ട്. അവിടെ വീടുകൾ കാണുന്നുണ്ടോ? ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ആണ്ടോ എന്താല്ലേ അവരെങ്ങനെയായിരിക്കും അവിടെയൊക്കെ താമസിക്കുന്നുണ്ടാവുക. പറയുകയാണെങ്കിൽ മഞ്ഞില്ലെങ്കിൽ പോലും ഈ നമ്മുടെ ട്രക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് ഓരോ ലാൻഡ്സ്കേപ്പ് തോറും നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. മലകളും പൈൻ ട്രീസും അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഹായ് बोलो. केरलीय लोग आपको पहचानेंगे अभी. നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്കാണ്. നമ്മളങ്ങനെ ജൂഡാക്ക താലാബ് ബേസിലെത്തി. ഇത് വന്നിട്ട് 9100 ഫീറ്റാണ് വരുന്നത്. അവിടെയൊക്കെ ഫുൾ ഐസ്. അതിൻ്റെ മുകളിൽ നടക്കുമ്പോൾ സൂക്ഷിക്കണേ. ഇവിടെ എഴുതി വെച്ചിരിക്കണേ വെൽക്കം ടു ജൂഡാക്ക താലാബ്, ഹോപ്പ് യു ഹാവ് എ ഗുഡ്. നമ്മൾ ജൂഡാക്ക താലാബിലാണ് ഇന്നലെ ക്യാമ്പ് ചെയ്തെങ്കിലും നമ്മൾ ആക്ച്വൽ താലാബ് എന്നൊരു 500 മീറ്റർ ഒക്കെ വിട്ടിട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ക്യാമ്പ് സൈറ്റ്സ് എല്ലാം നല്ല തെറിച്ചിട്ടായിരുന്നു. നമ്മൾ ഭയങ്കര തിരക്കറിയാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ജൂഡാക്ക താലാബ്. ഓൾമോസ്റ്റ് ഫുൾ ഐസാണ്. പക്ഷെ അത്ര ഹാർഡ് ഐസാണോ ചോദിച്ചല്ല. ഇവിടെ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് ആ ലേക്കിനകത്ത് കൂടെ നടക്കാൻ പറ്റുമോ നോക്കിയിട്ട് അതിനകത്ത് പെട്ടുപോയി. എന്നിട്ട് അവരെല്ലാവരും കൂടി സഹായിച്ച് കയറ്റേണ്ടി വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്.
സോ എല്ലാവരും ഒന്ന് റെസ്പോൺസിബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുക. പക്ഷെ ഐസാണ് അത് അതൊരു അത്ര വല്ലാണ്ട് ഐസായിട്ടില്ല, ഐസായി വരുന്നേ ഉള്ളൂ. എന്തല്ലേ ആട്, നമ്മുടെ പൈൻ ട്രീസ്, എന്താ ഫ്രെയിം. നമുക്ക് ചെറിയൊരു കൊച്ചൊക്കെ ട്രക്കിലായിരുന്നു. ഇതാണ് നമ്മുടെ ട്രക്കിന്റെ മെയിൻ ആൾക്കാര്, ലീഡേഴ്സ്. സിബിൻ ബ്രോ, പുള്ളിയുടെ വരുന്നേതാ സാജിദ്, सूरज भाई पता है अभी हम बेस्ट फ्रेंड्स हैं. अरे പുള്ളി വിചാരിച്ചേ ഞാൻ വെറുതെ പറഞ്ഞിക്കാന്ന്. നമ്മുടെ ഗൈഡ് ചേട്ടൻ മോളിൽ പോയി മാനം തെറ്റിട്ടുണ്ട്. പക്ഷെ മോളിൽ പോകുന്നവരും കുറച്ചും കൂടെ തണുപ്പ് കൂടാന്നല്ലേ. നമ്മളിതാ ബേസിന്ന് കയറുന്നതാ. ഞാൻ കണ്ടില്ല കേട്ടോ പുള്ളി പോകുന്നു. ഇതോ ആ മോളിൽ കാണുന്നുണ്ടോ? നമുക്ക് അവിടെയാണ് പോകേണ്ടത്. നമ്മളിനി ബേസ് ക്യാമ്പൊക്കെ എത്ര ഉണ്ട്? 40 minutes മോർ. ഞങ്ങൾ വീണ്ടും സൈഡായി. എല്ലാ 500 മീറ്ററിലും ഞങ്ങൾ സൈഡാവും. നല്ല അടിപൊളി ഫ്രെയിമാണേ. ഇവിടുന്ന് അടിപൊളി വീഡിയോ. ഐ മീൻ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. മുകളിൽ പോയാലും മരം ഉണ്ടാവും, പക്ഷെ ഇവിടെ നല്ല രസം. അവിടെ ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് എത്രയാ, ഒരു 500 മീറ്ററും കൂടെ ഉണ്ടാവും. ഒരു ഇന്ത്യൻ ഫ്ലാഗ് കുത്തിയിട്ടുള്ളതായിരുന്നു. ഹായ്, 6 years. Happy birthday. Say thanks. Is this your first trekking? No, 17 trek. 17? Yes. Oh my god. The superstar of this group. സൂപ്പർസ്റ്റാർ. ഓടി നോക്കിക്ക്. ആറാം വയസ്സിൽ 17ാമത്തെ ട്രക്ക്. എന്തല്ലേ അതിനൊക്കെ നമ്മൾ കൂടെ കൊടുക്കേണ്ട അവരുടെ പേരൻസിനാ അത് ചെയ്യിപ്പിക്കുന്നത്. അതും ശരിയാണ്. നമ്മള് ഫൈനലി നമ്മുടെ കേദാർഗന്ധ ബേസ് ക്യാമ്പിൽ എത്തി. ഓൾമോസ്റ്റ് അത് എത്തിയവരൊക്കെ അവിടെ ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ക്യാമ്പ് സൈറ്റൊക്കെ കാണുന്നുണ്ട്.
ക്ലൗഡ് പോയിനെ കാണാൻ രസം. ഇതാണ് നമ്മുടെ അടുത്ത ക്യാമ്പ് സൈറ്റ്. ഇതാണ് നമ്മുടെ കേദാർഖണ്ഡ് ബേസ് ക്യാമ്പ്. ഇത് 10,498 ഫീറ്റായി നമ്മൾ. ഇതാണ് 360 വ്യൂ. നല്ല നല്ല പരിപ്പും ചോറും പപ്പടം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ എത്ര മണിക്ക്? നമ്മൾ 10 മണിക്ക് തുടങ്ങിയില്ലേ? 9:10 മണിക്ക് തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞ്. എല്ലാവർക്കും വിശന്ന രണ്ടില്ല. നമ്മൾ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന ഏരിയ ആയിട്ടും ഹൈലൈറ്റ്. ഉയരം തോറും ഭക്ഷണത്തിന് സ്വാദ് കൂടുന്ന വെറുതല്ല. എന്താണ് ദാൽ ചാവൽ വിത്ത് വ്യൂ. നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. നമുക്ക് ടെൻ്റൊക്കെ അസൈനായി. ആ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. ഫുള്ള് മല, രക്ഷയില്ല മല. ആ കാണുന്നതാണ് നമ്മൾ നാളെ കയറാൻ പോകുന്ന കേദാർഖണ്ഡ് മല. നമ്മുടെ ചായക്കട. കേദാർഖണ്ഡിൻ്റെ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ലഡാക്കിൻ്റെ ഫ്ലാഗും കേദാർഖണ്ഡിൻ്റെ ഫ്ലാഗൊക്കെ എന്താ വ്യത്യാസം എനിക്ക് അറിയില്ല കേട്ടോ. സമ്മിറ്റിന് മുന്നുള്ള ഡിന്നറാണ്. ചപ്പാത്തി, ദാല്, പ്രത്യേക സ്പെഷ്യലായിട്ട് ഗുലാബ് ജാമുനൊക്കെ ഉണ്ട്. അത് ബേങ്കൻ കാ ബർത്ത, മറ്റേ നമ്മുടെ ബ്രിഞ്ചോൾ കറി. നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്, സ്ലീപ്പിംഗ് അറേഞ്ച്മെൻറ്റ്. ഇന്നൊരു അത്യാവശ്യം നല്ല ടെമ്പറേച്ചറുണ്ട്, ഡൗൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ നാളെ രാവിലെ 1:30 എണീച്ചിട്ടാണ് നമ്മുടെ സമ്മിറ്റ് പുഷിന് പോകാൻ പോകുന്നത്. ഈ ക്യാമ്പിൻ്റെ വേറൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർ ഗേസിംഗ് ആയിരുന്നു. അത് വീഡിയോയിൽ വരാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാം. ഇറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ നൈറ്റ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. വെള്ളച്ചാട്ടം മൊത്തത്തിൽ ഐസ ടൈപ്പ്.